നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. ഇലക്ഷന് ശേഷം 1-2 മാസങ്ങളിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് ഹൈക്കോടതിയെ സംസ്ഥാനം അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ഒക്ടോബർ-നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയിലെ 7 ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കടപ്പത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ. റിസർവ് ബാങ്കിന്റെ ഇ-കുബർ പോർട്ടൽ വഴി കേരളം കടമെടുക്കും. 2000 കോടി രൂപയാണ് കടമെടുക്കുക. കടപ്പത്രങ്ങളിലൂടെ 14,700 കോടി രൂപയോളം കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ കടമെടുക്കും. ഇതിനു പുറമെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി 2000 കോടി രൂപയുടെ വായ്പാ അനുമതി കൂടിയാണ് സഹകരണ ബാങ്കുകളോട് സംസ്ഥാനം തേടിയിരിക്കുന്നത്. നടപ്പ് വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം 23-നായിരുന്നു. 1000 കോടി രൂപയാണ് അന്ന് കടമെടുത്തത്. രണ്ടാം തവണയായി ഈ മാസം 30-ന് 2000 കോടി രൂപ കൂടി കടമെടുക്കും. ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന 3000 കോടി രൂപ അവസാനിക്കും. 26 വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾക്കുള്ളത്. ഇതുകൂടാതെയാണ് 9.1% പലിശ നിരക്കിൽ സംസ്ഥാനം സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ഫണ്ട് സ്വരൂപിക്കുന്നത്. മെയ് മാസം ആദ്യവാരത്തോടുകൂടി പുതിയ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.